സ്റ്റാർട്ട്. ഹലോ, ഇന്ന് എൻ്റെ ഡേ മൈ ലൈഫാണ് ഗൈസ് കാണിക്കാൻ പോണത്. അനുവിൻ്റെ അല്ല എൻ്റെ. ആ പണിയൊന്നും എടുക്കൂല ഗൈസ്, അതുകൊണ്ടാണ് എൻ്റെ ഡേ മൈ ലൈഫ്. ഓക്കെ, കൊട്ടാരം പോലത്തെ വീട്. ഇത് കണ്ടോ, കണ്ണ് കെട്ടാതിരിക്കാൻ കിട്ടിരിക്കണ സാധനം കൊള്ളാം. കിച്ചണിൽ നിന്ന് തുടങ്ങാം. വേണേ ബാക്ക് സൈഡും കൂടെ കാണിച്ചു കൊടുത്താ. അത് ഫുള്ള് കാടായി ഗൈസ്. ഇതൊന്നും ചെത്തിപ്പറിക്കാൻ നമുക്ക് സമയമില്ല. ഇതൊന്നും അതൊക്കെ അവിടെ കിടക്കും. മഴയില്ലേ, ആരും വരില്ല പണിക്കാൻ. പിന്നെ നമ്മള് അടുക്കളയാണ് ഇത്. നമ്മളെ ആരും വൃത്തിയാക്കാൻ നമ്മള് പാത്രം കഴുകാൻ പോകണം. ഓൾറെഡി എല്ലാം ഒതുക്കി ഇട്ടിട്ടുണ്ട്. ചായപാത്രം കൊണ്ട് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതെല്ലാം നമ്മൾ കിണറ്റും കരയിൽ കൊണ്ടിടുന്നു. നമ്മളിവിടെ ഇട്ടിട്ട് വീട്ടിൽ പോയി അകത്ത് പോയി നമ്മൾ തൂക്കണം. പിന്നെ അവിടെയൊക്കെ തുടയ്ക്കാനുള്ളത് തുടയ്ക്കണം. അങ്ങനെ തുടയ്ക്കാനില്ല, മോപ്പൊന്നും വെച്ച് നമ്മൾ തുടയ്ക്കാറില്ല. നീ ചവിട്ടി തുടങ്ങുന്ന തുണി കുടയും. ഉടനെ ഇവിടെ നിന്നാണ് നമ്മൾ ചൂലെടുക്കുന്നത്. മഴ ആയതുകൊണ്ട് വെളിയിലിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഇട്ടേ അടുപ്പ് കത്തിക്കുള്ളൂ. പിന്നെ ഡാമേജ് അയ്യോ. ഈ ജോലി ചെയ്യാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അമ്മേരെ ഒന്ന് എറ്റ്. കാരണം റീൽസ് എടുക്കാനും തെണ്ടിത്തിരിയാനും വെളിയിലിറങ്ങണോണ്ട് അമ്മയ്ക്ക് അതൊന്നും കണ്ണിന് പിടിക്കൂല. ഒരു പുച്ഛം. എൻ്റെ റൂമിലേക്ക് കിടക്കുന്നത് എല്ലാവരും പറയും എനിക്കുമ്പോഴേ ബെഡൊക്കെ വൃത്തിയാക്കണം. ആരും വൃത്തിയാക്കാൻ നമ്മളിതൊന്നും ചെയ്യാറില്ല. ചെയ്യുവനു? ഇല്ല. നമ്മൾ പിന്നത്തേക്ക് വയ്ക്കും. വീഡിയോയില് ചുമ്മാ അറിയുന്നു. ഇനി ഞാൻ ഇത് ഇങ്ങനെ കുടഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ വൃത്തിയായിട്ടില്ല. എന്നിട്ട് വൃത്തിയാക്കണത് എടുത്താൽ പോരെ പിന്നത്തേക്ക്. അതിനെ കാണിച്ചോളി അല്ലേ, ഡെക്കറേഷൻസ് ആണ്. വിചാരിക്കും ഞാൻ കുടിക്കുമെന്ന്. ഇല്ല ഗൈസ്, ഇതൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ചേട്ടന്മാരെ ഇന്ന് കുപ്പിയൊക്കെ ഊട്ടിക്കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. അത് വളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കണമെന്നാണ് ഇന്ന് കാക്കുന്നതിൻ്റെ ഹെൽമറ്റ്. എലി കടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഷോളിട്ട് നമ്മൾ മൂടി വെച്ചിരിക്കുന്നു. ഹെൽമറ്റ് എലി കടിക്കുമെന്ന്? അതിനിവിടെ ഫുൾ എലിയാണ്. ഞാൻ ഒരു ചിപ്സിന്റെ കവർ വെക്കാൻ പറ്റൂല, എല്ലാം ഊറ്റും. അപ്പൊ നമ്മൾ ഇത്രയും വൃത്തിയാക്കിയില്ലേ. എലീന്റെ കൂടാരായിരിക്കും ഈ വീട്ടില്. എലിയുടെ കൂടെ തന്നെ. പിന്നെ കുട്ടിയൊക്കെ ഇവിടെ വെക്കുന്നു. ഫോൺ നമ്മൾ ചാർജിങ്. അയ്യോ ഇല്ല, എന്തൊക്കെ അബദ്ധങ്ങളാണ്. എനിക്ക് ഒരു കാര്യം ഞാൻ കാണിച്ചു തരട്ടാ. നീ ഒന്നും കാണിക്കണ്ട, ഉണ്ടായിരിക്കും, വരാൻ പറ്റൂല. ഇവിടെ ഒരു ചെക്ക കിടക്കുന്നുണ്ട്, ഫോണിൽ കുത്തിക്കിടും. കണ്ടാ ഈ കിളവന്റെ പേരാണ് മച്ചാൻ. ഇത് രണ്ട് യാതൊരു സമയം അടിയാണ്. ഇതും ഈ ഹലോ. പിന്നെ ഇവിടെ മൂലയ്ക്കകത്ത് മൂലയിലല്ല, നെറ്റിൽ ബൈബിളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ടല്ലേ. ഇവിടുത്തെ ഈ ജോലി കഴിഞ്ഞില്ലേ, നമ്മൾ ലൈറ്റ് അണയ്ക്കുന്നു, എന്നിട്ട് പുറത്തിറങ്ങുന്നു. ഈ കഥ അടച്ചിടാൻ കാരണം പൂച്ച കയറും. പൂച്ചേനെ പേടിയില്ലാത്ത കൊച്ചാണ്. പൂച്ച ഒരു ദിവസം വണ്ടേ കയറിയിട്ടാണ് ഇഞ്ചക്ഷൻ വെച്ച് വീഡിയോ വൈറലായതും ആൾക്കാരെ ഒന്ന് തേറി അല്ലേ. ഇതെന്നൊക്കെയാണോ പേടിയാണ്. പൂച്ചേനെയും പട്ടീനെയും എനിക്ക് പേടിയാണ്. ഇഷ്ടമാണ്, പക്ഷെ പേടിയാണ് അല്ലേ മീനു. ഇതാണ് എൻ്റെ ദേഹത്തെല്ലാം ഓരോന്നിനെ കൊണ്ടിട്ട് ഇറങ്ങുന്നത്, പൂച്ചേനെയും പട്ടീനെയൊക്കെ. അല്ലേ, നമുക്ക് സ്നേഹമുണ്ട്. എന്നാൽ നമ്മൾ വഴക്കാളികളാണ്. ഇതാണ് അനുവിൻ്റെ ഇളയ സന്താനം, അല്ല മൂത്ത സന്താനം അല്ലേ. നമ്മൾ മുറ്റം തൂക്കാൻ പോവാണ്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഫുൾ റൗണ്ട് തൂക്കോളൂ, അല്ലെങ്കിൽ ഈ ഫ്രണ്ട് മാത്രം ജസ്റ്റ് ഇതിൻ്റെ കട്ടിയിലിടയിൽ കയറിയിരിക്കുന്നത്.
പാത്രം കഴുകുന്നു. പക്ഷെ സോപ്പിന് ദാരിദ്ര്യം. വീട്ടിൽ നമ്മളെ വീട്ടിൽ മാത്രം പൈപ്പിലൊക്കെ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ പുതിയ വീടൊക്കെ വെച്ച് സജഷൻ വാസമൊക്കെ വരുമ്പോൾ നമ്മൾ കേട്ടോ. പക്ഷെ കിണറിന് അധികം ആഴമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ വെള്ളം. അതിന് 1 2 3 4 5 ഇതാകുമ്പോൾ ഓടിയെടുക്കാം. പിന്നെ നമ്മൾ വെള്ളം പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി 2 തൊട്ട് വെള്ളം മതി പാത്രം വേണം. നിങ്ങൾ പറയും നിങ്ങൾ വിചാരിക്കും 2 വെള്ളത്തിൽ കഴുകണമെന്നല്ലേ? നമ്മൾ ഒറ്റ വെള്ളത്തിൽ കഴുകണം. സോറി, ഞാൻ ക്യാമറ ഉണ്ടെന്ന് നോക്കിയില്ലേ. ഇന്ന് കഴുകണ പോലെ കഴുകണമെന്ന്. വെച്ചിട്ട് ഗ്യാസ് നമ്മൾ വെള്ളം വെച്ച് കഴുകുന്നതാണ്. നിങ്ങൾ വിചാരിക്കും പാത്രങ്ങൾക്കൊന്നും വൃത്തിയില്ല, ഇത്രേ ഉള്ളൂ വൃത്തിയൊക്കെ. ഈ പുട്ടിന് ചില്ലില്ലാത്ത എന്താണെന്ന് അറിയാമോ? എന്താണ് അതിന് ചില്ലില്ലാത്തോണ്ട്? അല്ല, ചില്ലിൽ പാത്രം കഴിയുമ്പോൾ വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ പോകും. അപ്പോൾ അതുകൊണ്ട് അമ്മ എടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് തീരണത് ഇങ്ങനെ വെള്ളം വീഴുന്നതുകൊണ്ടാണ്. അതിനും അമ്മേനെ കിട്ടും. നല്ല കൊച്ചായതുകൊണ്ട് എന്നെ നോക്കി കണ്ട് ചെയ്യും. ഫൈനലി പാത്രം കഴുകി നമ്മൾ ഈ സോപ്പ ഇരുന്നിട്ടേക്കണം. ചായപാത്രവും ഒരു തവിയും അരിപ്പയും നമ്മളിവിടെ വയ്ക്കും. കാരണം ചായ ഇളക്കി കൊടുക്കാനും അരിക്കാനുള്ള എളുപ്പത്തിന്. കാരണം അങ്ങോട്ടൊക്കെ വെച്ചാലേ കാറ്റയുടെ ഇതൊക്കെ കൊണ്ട് ഒരു ഭയങ്കര ശല്യമാണ്. കഴിഞ്ഞു, നമ്മൾ ഇന്നത്തെ ജോലി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് പല്ലും തേച്ച് കലങ്ങയും തേച്ച് വീട്ടിൽ പിന്നെ അനുവിൻ്റെ വീട്ടിൽ പോവാം. ഇനി നമുക്ക് ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് അനുവിൻ്റെ വീട്ടിൽ പോവാം. ഇനി അവിടെയാണ് വാസം. വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അമ്മ വന്നാലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല, ആരും വന്നാലും തിരിഞ്ഞു നോക്കൂല. ഞാൻ കൊണ്ടുപോയി വഷളാക്കണത്. ഇറങ്ങി പോണേണ്ടല്ലേ? നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനല്ല കണ്ട തനി ഇറങ്ങി പോണേണ്. വീട്ടിലാണ് എല്ലാരും ഉള്ളത്. എല്ലാരും വന്ന് അസ്തമിക്കുന്ന സ്ഥലം ഇവിടെയാണ്. കണ്ടാ, നല്ല പ്രകൃതി രമണീയായ സ്ഥലമാണ്. മുത്താണ് സ്വത്ത്. ഇത് വിരിയുമ്പോ നല്ല എന്തൊരു തോർത്തന്നെ. ഇത് ഈ പൂ വിരിയുമ്പോ എടുക്കും. പിള്ളേര് നിങ്ങളെന്തൊരു എന്തൊരു വേഷത്തിൽ നിന്നാണ് ഇതുണ്ടാക്കാൻ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആരെന്തര് പറയാതിരിക്കും. നോക്കിയാണ് എന്തരല്ലേ കളറ് ഇല്ലാത്തടക്ക് നടക്കും. ബൈ. അടുത്തത് പാർട്ട് 2 കാണാം. ബൈ ബൈ. ഒരു ചിരി.